നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ലോകമൊട്ടാകെയുള്ള തിയേറ്ററുകളിൽ വിസ്മയം സൃഷ്ടിച്ച എസ് രാജമൗലി അണിയിച്ചൊരുക്കിയ ബാഹുബലി എന്ന ദൃശ്യ വിസ്മയം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ബാഹുബലി ദ എപ്പിക് എന്ന പേരിൽ 2 ഭാഗങ്ങളായി പുറത്തിറങ്ങിയ ബാഹുബലി സീരീസിനെ ഇത്തവണ ഒറ്റ സിനിമയായി 4K ദൃശ്യ മികവിലാണ് റീ റിലീസ് ചെയ്യുന്നത്. 2015 ബാഹുബലി ദി ബിഗിനിങ് എന്ന ആദ്യ ഭാഗവും 2017 ബാഹുബലി 2 ദി കൺക്ലൂഷനും ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ചിരുന്നു. ബാഹുബലിയുടെ ആദ്യ ഭാഗം റിലീസായി 10 വർഷം തികയുന്ന വേളയിൽ സിനിമാ സ്നേഹികൾക്ക് ബാഹുബലിയെ വീണ്ടും വലിയ സ്ക്രീനിൽ കാണാനുള്ള അവസരം എത്തുകയാണ്. സെഞ്ചുറി കൊച്ചുമോന്റെ സാരഥ്യത്തിലുള്ള കേരളത്തിലെ പ്രമുഖ നിർമ്മാണ വിതരണ കമ്പനിയായ സെഞ്ചുറി ഫിലിംസ് ആണ് ബാഹുബലി ദി എപ്പിക് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. ഒക്ടോബർ 31 റിലീസ്. ചിത്രം ഇന്ത്യയിൽ നിന്ന് റീ റിലീസിലും 100 കോടി നേടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ. 3 മണിക്കൂർ 45 മിനിറ്റ് ദൈർഘ്യമുള്ള അസാധാരണ ദൃശ്യാനുഭവമായാണ് ബാഹുബലി ദി എപ്പിക് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. 100-ലധികം തിയേറ്ററുകളിലാണ് റീ റിലീസ് ചാർട്ട് ചെയ്യുന്നത്. കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട ചില ഐമാക്സ് തിയേറ്ററുകളിലും ചിത്രം പ്രദർശിപ്പിക്കും. റിലീസ് സമയത്ത് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 2ാമത്തെ ഇന്ത്യൻ ചിത്രമായി ബാഹുബലി മാറിയിരുന്നു. ബാഹുബലി ദ ബിഗിനിങ് ബോക്സ് ഓഫീസിൽ 650 കോടി രൂപ നേടിയിരുന്നു. 2017 പുറത്തിറങ്ങിയ ബാഹുബലിയുടെ 2ാം ഭാഗം 562 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. ബാഹുബലിയുടെ കഥ എഴുതിയത് എസ് രാജമൗലിയുടെ പിതാവ് വിജയേന്ദ്ര പ്രസാദ് ആണ്. ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ MM കീരവാണിയാണ്. ചിത്രത്തിലെ ഗാനങ്ങളും BGM-ഉം ഇന്നും ഹിറ്റാണ്.